ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഡൽഹിയിലെ കേന്ദ്ര സിംഹാസനത്തിലേക്കുള്ള വഴിവെട്ടി തെളിക്കുന്ന രാഷ്ട്രീയ പോരാട്ട ഭൂമി ഉത്തർപ്രദേശ്. വരാനിരിക്കുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുമെന്ന് കരുതപ്പെടുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല. ഈ സമയത്ത് ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും സാധാരണക്കാരായ വോട്ടറും തിരയുന്ന ഒന്നുണ്ട്. ഉത്തർപ്രദേശിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിശ്വസനീയമായ പ്രീപോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇലക്ഷൻ തീയതികൾ പ്രഖ്യാപിക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ അത്തരമൊരു സർവേ ഫലവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതെ, കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അങ്ങേയറ്റം കൃത്യതയുള്ള രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു വോട്ടെടുപ്പ് ഫലത്തിൻ്റെ സൂചനകൾ ഇപ്പോൾ ലക്നൌവിൻ്റെ തെരുവുകളിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നിരയെ, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്ന, അവരുടെ ഉറക്കം കെടുത്തുന്ന പല സൂചനകളാണിത്. കാരണം ഈ ട്രെൻഡ് പൂർണ്ണമായും BJPക്കും യോഗി ആദിത്യനാഥിനും അനുകൂലമാണ്. പക്ഷേ എന്താണ് ആ ഫലം? ഏത് സർവേയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്? വോട്ടർമാരുടെ മനസ്സിൽ വീണ്ടും ഭരണ തുടർച്ചയുടെ വിത്തുപാകിയ ആ യഥാർത്ഥ കാരണം എന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ചില വമ്പൻ കണക്കുകളിലേക്കും തന്ത്രങ്ങളിലേക്കുമാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇന്ത്യൻ ഭൂപടത്തിൽ ഈ സംസ്ഥാനത്തിലുള്ള ഭാരം തിരിച്ചറിയണം. ഡൽഹി ഭരിക്കണമെങ്കിൽ ലക്നൌവിലൂടെ കടന്നു പോകണമെന്നത് വെറുമൊരു രാഷ്ട്രീയ പഴഞ്ചൊല്ലല്ല, മറിച്ച് മാറ്റമില്ലാത്ത യാഥാർത്ഥ്യമാണ്. 403 നിയമസഭാ മണ്ഡലങ്ങളും 80 ലോക്സഭാ മണ്ഡലങ്ങളുമുള്ള ഉത്തർപ്രദേശിൽ ആർക്ക് മുൻതൂക്കം ലഭിക്കുന്നുവോ അവരായിരിക്കും ഇന്ത്യയുടെ ഭാവി ഭരണം നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അത് കാണാം. 2017 3 പതിറ്റാണ്ടുകളായി ഉത്തർപ്രദേശ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തരംഗമാണ് BJP സൃഷ്ടിച്ചത്. 300-ലധികം സീറ്റുകൾ നേടി എതിരാളികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അവർ അധികാരത്തിലെത്തി. തുടർന്ന് 2022 UP രാഷ്ട്രീയത്തിലെ കാലങ്ങളായുള്ള എല്ലാ ഭരണവിരുദ്ധ തരംഗ സമവാക്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ BJP ചരിത്രപരമായ തുടർ ഭരണം നേടി. ഒരു മുഖ്യമന്ത്രി 5 വർഷം കാലാവധി പൂർത്തിയാക്കി വീണ്ടും അധികാരത്തിൽ വരുന്നത് ഉത്തർപ്രദേശിൻ്റെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയ തരംഗം തന്നെയാണ് പിന്നീട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയം സുഗമമാക്കിയത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വെറുമൊരു സംസ്ഥാന ഭരണ മാറ്റത്തിലുള്ള പോരാട്ടമല്ല. 2029 നടക്കാനിരിക്കുന്ന അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്ന സെമി ഫൈനലാണ്. പ്രതിപക്ഷം തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും പുറത്തെടുത്ത് BJPയുടെ ഈ ഉരുക്കുകോട്ട തകർക്കാൻ ആസൂത്രണം ചെയ്യുമ്പോൾ ലക്നൌവിലെ BJP ഭരണകൂടം തയ്യാറാക്കിയത് തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊരു തന്ത്രമാണ്. അവിടെയാണ് പ്രമുഖ ദേശീയ മാധ്യമമായ ദ ലെലൻ ടോപ്പ് പുറത്തുവിട്ട ആ നിർണായക സ്റ്റോറി ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യ ഒട്ടാകെ ചർച്ചയാകാൻ പോകുന്ന ആ മാസ്റ്റർ സ്ട്രാറ്റജി BJP ഇപ്പോൾ കളം മാറ്റി ചവിട്ടിക്കൊണ്ട് പുറത്തിറക്കുകയാണ്. എന്താണ് ആ നീക്കം? ഉത്തർപ്രദേശിലെ ദശലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് 50,000 രൂപ എത്തിക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാർ വലിയൊരു പദ്ധതി തയ്യാറാക്കുന്നു. അതെ, കേട്ടത് ശരിയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികൾ പരീക്ഷിച്ച ചെറിയ തുകകളുടെ സൗജന്യ പദ്ധതികൾക്കപ്പുറം 50,000 രൂപ എന്ന വമ്പൻ തുകയാണ് യോഗി സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ UP രാഷ്ട്രീയത്തിലെ സകല കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. ഈ പദ്ധതി ഒറ്റത്തവണയായിട്ടല്ല, മറിച്ച് കൃത്യമായ ഗഡുക്കളായിട്ടായിരിക്കും സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുക. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഈ പദ്ധതി നടപ്പിലാവുകയോ അല്ലെങ്കിൽ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ വാഗ്ദാനമായി ഇത് ജനങ്ങൾക്ക് മുന്നിൽ എത്തുകയോ ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കും? അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ഉത്തർപ്രദേശിൽ അടുത്തതായി ആര് വിജയിക്കുമെന്ന ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കേണ്ടി വരും. കാരണം ജനസംഖ്യയിൽ പകുതിയോളം വരുന്ന ഒരു വലിയ വോട്ട് ബാങ്കിൻ്റെ ചിന്താഗതിയെ പൂർണ്ണമായും ഒരൊറ്റ തീരുമാനത്തിലൂടെ തങ്ങളുടെ പക്ഷത്തേക്ക് തിരിക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. ഇതൊരു വെറും പണമൊഴുക്കൽ തന്ത്രമായി കാണാൻ കഴിയില്ല. ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ശാസ്ത്രമുണ്ട്, അതിശയിപ്പിക്കുന്ന ഡാറ്റകളുണ്ട്. ഉത്തർപ്രദേശിലെ വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിച്ചാൽ ആകെ 15 കോടിയിലധികം വരുന്ന വോട്ടർമാരിൽ ഏകദേശം 7 കോടിയോളം പേർ സ്ത്രീകളാണ്. കഴിഞ്ഞ ചില തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ വളരെ രസകരമായ ഒരു കാര്യം വ്യക്തമാകും. പുരുഷന്മാരെക്കാൾ ഉയർന്ന ശതമാനത്തിലാണ് UPയിൽ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. 2017ലെയും 2022ലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വിജയത്തിന് പിന്നിലെ അദൃശ്യ ശക്തി ഈ മഹിളാ വോട്ട് ബാങ്കായിരുന്നു.
ക്രമസമാധാന പാലനം, പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ലഭിച്ച വീടുകൾ, സൗജന്യ റേഷൻ, ഗ്യാസ് കണക്ഷനുകൾ എന്നിവയിലൂടെ സ്ത്രീകളുടെ പിന്തുണ നേടിയെടുക്കാൻ യോഗി സർക്കാരിന് സാധിച്ചിരുന്നു എന്നാണ് ലെലൻഡോ പറയുന്നത്. എന്നാൽ ഇപ്പോൾ BJP കളിക്കുന്നത് ഇതിലും വലിയൊരു കളിയാണ്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനെ വീണ്ടും അധികാരത്തിലേറ്റിയ ലാഡ്ലി ബെഹ്ന യോജന, മഹാരാഷ്ട്രയിലെ ലാഡ്കി ബെഹ്നി യോജന, ജാർഖണ്ഡിലെ മയ്യ സമ്മാൻ യോജന, ഒഡീഷയിലെ സുഭദ്ര യോജന ഇതെല്ലാം തെളിയിച്ചത് ഒരേ ഒരു കാര്യമാണ്. സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന സാമ്പത്തിക സഹായം എന്നത് ഇന്ത്യയിലെ ഏതൊരു തെരഞ്ഞെടുപ്പിനെയും അട്ടിമറിക്കാൻ ശേഷിയുള്ള ഏറ്റവും വലിയ ഗെയിം ചേഞ്ചറാണ്. മധ്യപ്രദേശിൽ BJP തോൽക്കുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചപ്പോൾ ലാഡ്ലി ബെഹ്ന യോജനയിലൂടെ പ്രതിപക്ഷത്തിൻ്റെ സകല കണക്കുകൂട്ടലുകളും കാറ്റിൽ പറത്തിയാണ് BJP വമ്പൻ വിജയം നേടിയത്. ആ തന്ത്രത്തിൻ്റെ ഏറ്റവും ആകർഷകമായ പതിപ്പാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ 50,000 രൂപയുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ തുക ഗഡുക്കളായി ലഭിക്കുമ്പോൾ ഓരോ സാധാരണ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല. അത് നിർണ്ണയിക്കുന്നത് കുടുംബത്തിലെ സ്ത്രീകളുടെ വോട്ട് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളെ കൂടിയാണ്. ഈ വമ്പൻ പദ്ധതിയുടെ സൂചനകൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷ നിരയിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലെലൻഡോ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് നടത്തിയ പ്രതികരണം തന്നെ ഇതിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് അഖിലേഷ് യാദവ് ഇതിനോട് പ്രതികരിച്ചത്. BJPക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പണമല്ലാതെ വേറൊരു വഴിയുമില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത് BJPയുടെ പാപ് കി കമായി അഥവാ പാപത്തിൻ്റെ പണമാണ് എന്ന് വിശേഷിപ്പിച്ച അഖിലേഷ്, ഉത്തർപ്രദേശിലെ സ്ത്രീകൾ സ്വാഭിമാനമുള്ളവരും ധർമ്മനിഷ്ഠയുള്ളവരുമാണെന്നും അതുകൊണ്ട് തന്നെ BJPയുടെ ഈ പണക്കളി അവർ സ്വീകരിക്കില്ലെന്നും തുറന്നടിച്ചു. ഇതൊരു വെറും തെരഞ്ഞെടുപ്പ് തട്ടിപ്പല്ലെങ്കിൽ ജൂംല മാത്രമാണെന്നും അദ്ദേഹം തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ കുറ്റപ്പെടുത്തി. പക്ഷേ ഇവിടെയാണ് പ്രതിപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ ധർമ്മസങ്കടം. ഒരു ഭരണകൂടം സ്ത്രീകൾക്കായി ഇത്രയും വലിയൊരു സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനെ എതിർത്താൽ അത് സ്ത്രീവിരുദ്ധ നിലപാടാണ് എന്ന് വരുത്തി തീർക്കാൻ BJPക്ക് എളുപ്പത്തിൽ കഴിയും. ഇനി അതിനെ പിന്തുണച്ചാലോ പദ്ധതിയുടെ പൂർണ്ണ ആനുകൂല്യവും വോട്ടും BJP കൊണ്ടുപോവുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു കാലമായി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രൂപീകരിച്ച PDA അഥവാ പിച്ചട ദളിത് അല്പസംഖ്യാതർ സമവാക്യങ്ങളെ പൂർണ്ണമായി തകർക്കാൻ ഈ ഒരൊറ്റ മഹിളാക്ഷേമ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. തീർന്നില്ല. ഉത്തർപ്രദേശിലെ പോരാട്ടം കൂടുതൽ സങ്കീർണമാകുന്നത് ഇവിടെയാണ്. ഒരു വശത്ത് 50,000 രൂപയുടെ ഈ വമ്പൻ ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് യോഗി ആദിത്യനാഥിൻ്റെ തനതായ ബുൾഡോസർ രാജ് അഥവാ കർശനമായ ക്രമസമാധാന പരിപാലന ശൈലി വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ ഉറപ്പുമുണ്ട് എന്ന് BJP വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും ഒപ്പം സാമ്പത്തിക ഭദ്രതയും ഉറപ്പു നൽകുന്ന ഒരു ഭരണകൂടം എന്ന പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കാൻ ഇതിലും മികച്ചൊരു തന്ത്രം BJPക്ക് മുന്നിലില്ല. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം തവണയും ഉത്തർപ്രദേശിൻ്റെ ഭരണം തുടർച്ചയായി തങ്ങൾക്ക് പിടിക്കാൻ കഴിയുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നതിൻ്റെ കാരണവും. വരാനിരിക്കുന്ന മാസം ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്രതിപക്ഷം അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ മറ്റ് വമ്പൻ വാഗ്ദാനങ്ങൾ പുറത്തെടുക്കുമോ? അതോ 2022 എതിരാളികൾ കളം പഠിച്ചു വരുമ്പോഴേക്കും BJP കളി ജയിച്ചു മുന്നേറുമോ? ചരിത്രം നമ്മോട് പറയുന്നത് ഒന്നു മാത്രമാണ്: ഉത്തർപ്രദേശ് ആരെയും അനായാസം ജയിപ്പിക്കാറില്ല. പക്ഷേ കൃത്യമായ സമയത്ത് കൃത്യമായ ജനവിഭാഗത്തെ ലക്ഷ്യമിട്ടിറക്കുന്ന ഇത്തരം മാസ്റ്റർ സ്ട്രാറ്റജികൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ തിരുത്തി കുറിച്ചിട്ടുണ്ട്. ലക്നൌവിലെ സിംഹാസനത്തിൽ ആരിയ്ക്കുമെന്ന് തീരുമാനിക്കുന്ന ആ വലിയ പോരാട്ടത്തിലേക്ക് ഇനി മാസങ്ങളുടെ ദൂരം മാത്രം. സർവേ ഫലങ്ങൾക്കും അപ്പുറം വോട്ടർമാരുടെ മനസ്സിൽ വീഴുന്ന ആത്യന്തികമായ വിധി എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.